ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ലളിതാ ത്രിശതിയിൽ 60 രീതിയിലാണ് ഈ മന്ത്രത്തെ വിസ്തരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 80 മുതൽ 100 വരെയുള്ള നാമങ്ങൾ നമ്മൾ കണ്ടു. ഇനി 200ാമത്തെ ത്രിശതിയിലത്തെ 200ാമത്തെ നാമങ്ങൾക്ക് 220 വരെയുള്ള നാമങ്ങൾ നമുക്ക് കാണാം. അതിൻ്റെ അടുത്ത 3 മന്ത്രങ്ങൾ ഹ്രീംകാരിണി, ഹ്രീംകാരാദ്യ, ഹ്രീം മധ്യ എന്നുള്ളവയാണ്. ഹ്രീം എന്നുള്ള മന്ത്രത്തെ ഉണ്ടാക്കിയവൾ എന്നുള്ള ഒരു അർത്ഥമാണ് ഹ്രീംകാരിണി എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നത്. ഈ മന്ത്രങ്ങളൊന്നും തന്നെ ഋഷിമാർ സംസ്കൃത പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ഉണ്ടാക്കിയതല്ല. മന്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടാക്കപ്പെട്ടവയല്ല. അതുകൊണ്ട് ഋഷിമാരെയൊക്കെ നമ്മൾ മന്ത്രകർത്താക്കളെന്ന് പറയാറില്ല. ഒരു ഉപാസന പദ്ധതി അവരുണ്ടാക്കുമ്പോൾ അത് ഇപ്പോൾ കാദിവിദ്യ ഇത് മന്മഥൻ ഉണ്ടാക്കിയതാണ്, ഹാദിവിദ്യ ലോപാമുദ്ര ഉണ്ടാക്കിയതാണ് എന്നൊക്കെ നമ്മൾ പറയും. എങ്കിലും അവരാരും തന്നെ ആ മന്ത്രത്തെ സൃഷ്ടിച്ചവരല്ല. അവർ അതിൻ്റെ മന്ത്രദ്രഷ്ടാക്കളാണ്. വാസ്തവത്തിൽ പരമാത്മസ്വരൂപിണിയായ ദേവിയിൽ നിന്നാണ് ഈ മന്ത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഹ്രീംകാരിണി, ഹ്രീംകാരത്തെ ഉണ്ടാക്കിയവൾ എന്നുള്ള അർത്ഥം അതിന് വരുന്നു. ഹ്രീം മധ്യ എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ഹ്രീം എന്നുള്ള ഈ അക്ഷരമാണ്, ഈ മന്ത്രമാണ് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ, നടുക്ക് എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഈ പ്രപഞ്ചം ചൈതന്യമുള്ള വസ്തുക്കളെ ചിത്സ്വരൂപമായിട്ടും ഈ പാഞ്ചഭൗതികമായ ജഡവസ്തുക്കളെ നമ്മൾ ജഡമായിട്ടും കാണുന്നു. ഈ രണ്ടിൻ്റെയും ആദി കാരണം പരമാത്മസ്വരൂപിണിയായ ദേവിയാണ്. ഈ നിമിത്ത കാരണം, ഉപാദാന കാരണം എന്ന് തർക്കശാസ്ത്രത്തിൽ 2 കാരണങ്ങൾ പറയും. ഉപാദാന കാരണം എന്ന് വെച്ചാൽ ഒരു കുടത്തിന് മണ്ണ് എന്ന പോലെ ഇതില്ലാതെ അതില്ല എന്നുള്ള ഒരു കാരണമാണ്. ഒരു വസ്ത്രത്തിൽ നൂലില്ലാതെ വസ്ത്രമില്ല, മണ്ണില്ലാതെ കുടമില്ല, സ്വർണമില്ലാതെ ആഭരണമില്ല എന്നുള്ളതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം അതും ദേവി തന്നെയാണ്. നിമിത്ത കാരണം അതുണ്ടാക്കുന്ന കൊല്ലന്മാർ, അങ്ങനെയുള്ളവരെ പോലെയുള്ളവർ, ആശാരിമാർ, ഇങ്ങനെയുള്ളവർ, അതും ദേവി തന്നെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ദേവി അല്ലാതെ മറ്റൊന്നുമില്ല. ഇതിൻ്റെ നിമിത്ത കാരണവും ദേവി തന്നെയാണ്, ഇതിൻ്റെ ഉപാദാന കാരണവും ദേവി തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മധ്യത്തിൽ ഹ്രീം എന്നുള്ളതാണ് അതിൻ്റെ മധ്യത്തിലുള്ളത് എന്നുള്ളതാണ് ഹ്രീം മധ്യ. ഈ പ്രപഞ്ചകാരണി, പ്രപഞ്ചജനനി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഹ്രീം മധ്യ എന്നുള്ള മന്ത്രം പറയുന്നത്. അതിൻ്റെ അടുത്ത മന്ത്രം മുതൽക്ക് മനോഹരമായ 36 ഉദാഹരണങ്ങളാണ് ലളിതാ ത്രിശതിയിൽ ഉള്ളത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്ന മഴ, നിലാവ്, ചുഴലിക്കാറ്റ്, സൂര്യോദയം, അസ്തമനം, കാട്ടിലുള്ള വന്യമൃഗങ്ങൾ, വഴിയിൽ കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ വെച്ചുകൊണ്ട് ഇത് മുഴുവൻ ദേവിയാണ് എന്ന് നമ്മളെ ഓരോന്നിനെ കാണുമ്പോഴും നമുക്ക് ദേവിയെ സ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഉദാഹരണങ്ങൾ. ആ ഉദാഹരണങ്ങൾ കാണാം. ഹ്രീം ശിഖാമണി എന്നുള്ളതാണ് അടുത്ത മന്ത്രം. ശിഖ എന്ന് വെച്ചാൽ മുടി, മണി എന്ന് വെച്ചാൽ അതിൽ ചൂടുന്ന രത്നം. ആണുങ്ങളും പെണ്ണുങ്ങളും അനേക രീതിയിലുള്ള ആഭരണങ്ങൾ നമ്മൾ ധരിക്കാറുണ്ട്. അതിൽ എല്ലാ അംഗങ്ങളിലും ശിരസ്സാണ് ഏറ്റവും പ്രധാനം. കാരണം അതിലാണ് കണ്ണ്, മൂക്ക്, വായ മുതലായ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളത്.
അപ്പോൾ ഉത്തമാംഗം എന്ന് നമ്മളതിനെ വിളിക്കുന്നു. ഹസ്തസ്യ ഭൂഷണം ദാനം എന്ന് പറയും. കൈക്ക് അലങ്കാരം, അതിൽ ബ്രേസ്ലെറ്റ് ഇടുന്നതോ അല്ലെങ്കിൽ സ്വർണ്ണമാലകൾ ഇടുന്നതോ അല്ല, ദാനം ചെയ്യുന്നതാണ് ഏറ്റവും അതിന് ഭംഗി. അതുപോലെ നമ്മുടെ ഉത്തമാംഗമാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതിൽ ധരിക്കുന്ന ആഭരണം അതുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു. അതിൽ നമ്മൾ കിരീടമാണ് ധരിക്കുന്നത്. ആ കിരീടത്തിൽ ചൂടാമണിയാണ് അതിൻ്റെ ഏറ്റവും മനോഹാരിത കൂട്ടുന്നത്. ഹ്രീം ശിഖാമണി എന്ന് വെച്ചാൽ ഹ്രീം എന്നുള്ള മന്ത്രമാണ് മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് നമ്മളെ ഈ ലളിതാ ത്രിശതി ധരിപ്പിക്കുന്നു. മന്ത്ര സാധനയുടെ പ്രാധാന്യത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഓം ഹ്രീംകാര്यै നമഃ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്രീംകാരത്തിനെ പറ്റിയിട്ടുള്ള ഹ്രീംകാര മന്ത്രസാധനയുടെ പ്രാധാന്യമാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത്. ഹ്രീംകാരത്തെ പറ്റിയിട്ട് 60 മന്ത്രങ്ങളിലാണ് ശ്രീ ലളിതാ ത്രിശതിയിൽ പറയുന്നത്. ഹ്രീംകാരത്തിൻ്റെ തന്നെ വ്യാഖ്യാനമായതുകൊണ്ട് ആ മന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം നമ്മളിപ്പോൾ വിശകലനം ചെയ്യാം. കുറച്ച് മന്ത്രങ്ങളുടെ അർത്ഥം നേരത്തെ നോക്കി. അടുത്ത മന്ത്രം ഹ്രീംകാര കുണ്ടാഗ്നിശിഖ എന്നാണ്. ഹ്രീംകാര ആകുന്ന ഹോമകുണ്ടത്തിലുള്ള അഗ്നിശിഖയാണ് ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ വളരെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഒരു ഹോമകർമ്മം, ഹോമകുണ്ടമുണ്ടാക്കുന്നത് നമുക്ക് തുടങ്ങുന്നു. ആ സ്ഥലശുദ്ധി വരുത്തുക, അതുപോലെ ഹോമകുണ്ടം പരിശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കുക, അതിൽ കുണ്ടം ഉണ്ടാക്കിയതിന് ശേഷം ശരിയായ സമയത്ത് ശരിയായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹോമം ചെയ്യുന്ന കർത്താവ് പരിശുദ്ധിയോടുകൂടിയും ശരിയായ മന്ത്രജപത്തോടുകൂടി ആ അഗ്നിയിൽ ഹവിസ് മുതലായ ദ്രവ്യങ്ങൾ ആഹുതി ചെയ്യുക, ഹോമദ്രവ്യങ്ങൾ ആഹുതി ചെയ്യുക. ശരിയായ മന്ത്രജപത്തോടു കൂടി വേണം അത് ചെയ്യാൻ. അപ്പോഴാണ് പൂർണ്ണമായ ഫലപ്രാപ്തി അത് നമുക്കുണ്ടാകുന്നത്. ഇനിയും ദേവിയുടെ മഹാത്മ്യം, ദേവിയുടെ വൈഭവം നമുക്ക് പിന്നെയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം.